ഒരു ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പരിശോധിക്കുക കമ്പനി നിങ്ങൾ പരിശോധിക്കും. അടുത്ത നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് നിങ്ങൾക്ക് ഈ പോളിസി നൽകുന്ന അഡ്വൈസർ. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഒരു 3 ഗുണമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വസ്തത തന്നെയാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, സാമ്പത്തിക ഇടപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വിശ്വസ്തനായിരിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് വേണം. കാരണം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച്, ആ കമ്പനി വിപണനം ചെയ്യുന്ന പ്രോഡക്റ്റുകളെക്കുറിച്ച് അയാൾ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ, അദ്ദേഹത്തിന് അറിയാത്തൊരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളത് ചേരുന്ന അവസാനം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നടന്നുകൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് പറയുന്നത്. മൂന്നാമത് അദ്ദേഹം നിലനിൽക്കുന്ന ആളാകണം. നിങ്ങളോട് സംസാരിച്ച ആ കമ്പനി നിലനിൽക്കുന്ന ഒരാളാവണം. ഞാനിത് പറയാൻ കാരണം, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, സംശയങ്ങൾ ചോദിച്ചു. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ സംശയം ചോദിക്കാനായിട്ട് വിളിക്കാറുണ്ട്, മോട്ടോർ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു അഡ്വൈസർ ഇല്ലേ ഇത് പറഞ്ഞു തരാനായിട്ട്? ഒരുപക്ഷെ നിസ്സാര കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ പറയാറുള്ളത്, ഞങ്ങൾ ചേർത്തിയ ആൾ, അത് ഞങ്ങളൊരു ആവശ്യത്തിന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ പറയും ഞാൻ ആ കമ്പനിയിലല്ല, ഞാൻ വേറെ കമ്പനിയിലാണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അഡ്വൈസർമാർ. അതായത് ഒരു കമ്പനിയൊക്കെ കുറച്ചിട്ട് മെച്ചം കിട്ടി കഴിഞ്ഞാൽ വേറെ കമ്പനിക്ക് മാറും. അതിൽ കസ്റ്റമേഴ്സിന് അവർക്ക് വിഷയമല്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസറുടെ കൂടെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു വാഹന ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പോളിസി എടുക്കാം. അതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും അതിന് സീനിയോറിറ്റിക്കൊക്കെ വിഷയമുണ്ട്. ലോങ് ടൈം പോളിസി പോലെയാണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം വരുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ആവശ്യം വരുന്നത്. അപ്പോഴാണ് സംശയമൊക്കെ നിങ്ങൾ അഡ്വൈസറെ വിളിക്കുന്നത്. ആ അഡ്വൈസർ കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ഈ കമ്പനിയിലല്ല, വേറെ കമ്പനിയില്ല, അല്ലെങ്കിൽ ഞാൻ ആ പണി നിർത്തിപ്പോയി, നിങ്ങൾ ആരച്ച് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ, നമ്മളാകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നത്. ആ സമയത്ത് അഡ്വൈസറെ പോലും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 3 കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ ഒരു പോളിസി എടുക്കുന്ന സമയത്ത്. പോളിസികൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബിൽ പോളിസികൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവർ നിങ്ങളൊരു ഒരു വർഷം കഴിഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് വീണ്ടും കണ്ടു നോക്കിയേ, അവർ ചിലപ്പോൾ ഇപ്പോൾ പറയുന്നത് വേറെ കമ്പനിയെ കുറിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉറച്ചു നിൽക്കുന്ന ഏജൻ്റ് ആകുക, രണ്ടാമത് അയാൾ ഇതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തിയാകുക, മൂന്നാമത് അയാൾ വിശ്വസ്തനാകുക. എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. LIC, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്ത്, ഈ 4 കമ്പനിയിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ട് അതിലൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അതോടെ തന്നെ പോളിസി എടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ